على آله وصحبه أجمعين أما بعد. പരിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായമായ സൂറത്തു നൂറിലെ 8-ാമത്തെ ആയത്തിന്റെ 8, 9, 10 ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവുമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഈ സൂറത്തിന്റെ ആദ്യ ഭാഗത്തെ പരാമർശ വിഷയം ഒരു ഇസ്ലാമിക ഭരണകൂടത്തിൽ, ഒരു ഇസ്ലാമിക കോടതിയിൽ ഒരു കേസ് എത്തിയാൽ ആ കേസ് ഒരു വ്യഭിചാര ആരോപണവുമായി ബന്ധപ്പെട്ട കേസാണ് എങ്കിൽ ഇസ്ലാമിക ശരീഅത്തിലെ നിയമം എന്താണ്? 4 സാക്ഷികളില്ലാതെ വ്യഭിചാര ആരോപണം നടത്താൻ പാടില്ല. 4 സാക്ഷികൾ വേണം. 4 സാക്ഷികൾ ഇല്ല എങ്കിൽ 80 അടിയാണ് ഇസ്ലാമിക കോടതി ശിക്ഷ വിധിക്കുക. അപ്പൊ ഈ ആരോപണം നടത്തുന്നത് ഭാര്യാഭർത്താക്കന്മാരാണെങ്കിൽ, ഭാര്യയെ സംബന്ധിച്ച് ഭർത്താവാണ് ആരോപണം നടത്തുന്നതെങ്കിൽ 4 സാക്ഷികൾ ഉണ്ടാകാൻ പ്രയാസമാണ്, ഉണ്ടാകണമെന്നില്ല. അപ്പൊ പിന്നെ എന്താണ് അവിടെ ചെയ്യേണ്ടത്? അതാണ് 6-ാമത്തെ ആയത്തിൽ അള്ളാഹു വിശദീകരിച്ചത്. നമ്മൾ പഠിച്ചതാണ്. വല്ലദീന യർമൂന അസ്വാജഹും വലം യകുൽ ലഹും ശുഹദാഉ ഇല്ലാ അൻഫുസുഹും ഫശഹാദത്തു അഹദിഹിം 4 ഷഹാദാത്തിൻ ബില്ലാഹ് ഇന്നഹു ലമിനസ് സാദിഖീൻ. ഒരാള് അയാളുടെ ഭാര്യയുടെ മേലാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതെങ്കിൽ മറ്റ് സാക്ഷികളൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ മേൽ 4 തവണ സത്യം ചെയ്യലാണ്. ഞാൻ പറയുന്ന കാര്യം സത്യമാണ് എന്ന് കോടതിയിൽ 4 വട്ടം അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്ത് പറയണം. 5-ാമത്തെ വട്ടം വൽ ഖാമിസത്തു അന്ന ലഅനത്തുല്ലാഹി അലൈഹി ഇൻ കാന മിനൽ കാദിബീൻ. ഞാൻ കളവാണ് എന്റെ ഭാര്യയെ സംബന്ധിച്ച് പറയുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ലഅനത്ത്, ശാപം എന്റെ മേൽ ഉണ്ടാകട്ടെ എന്നും കോടതിയിൽ അയാൾ പറയണം. സാക്ഷിയായിട്ട് കോടതിയിൽ അയാൾ പറയണം. അങ്ങനെ പറയുകയും അപ്പോ സ്വാഭാവികമായിട്ട് ഈ ഭർത്താവ്, ആരോപിക്കുന്ന ഭർത്താവ് എന്ത് പറയണമെന്ന് പറഞ്ഞു. ഇനി പെണ്ണിന്റെ ഭാഗത്ത് പെണ്ണിന് ആ ശിക്ഷയിൽ നിന്ന് ഒഴിവായി കിട്ടണമെങ്കിൽ പെണ്ണെന്താ ചെയ്യേണ്ടത്? ആ പെണ്ണ് ചെയ്യേണ്ടത് വയദ്റഉ അൻഹൽ അദാബ. അതാണ് 8-ാമത്തെ ആയത്ത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. വയദ്റഉ അൻഹൽ അദാബ അൻ തശ്ഹദ 4 ഷഹാദാത്തിൻ ബില്ലാഹ് ഇന്നഹു ലമിനൽ കാദിബീൻ. ഭർത്താവ് കളവാണ് പറയുന്നത് എന്ന് അള്ളാഹുവിന്റെ മേൽ 4 തവണ ഈ പെണ്ണ് സാക്ഷിയായിട്ട്, അള്ളാഹനെ സാക്ഷിയായിട്ട് പറയണം. വൽ ഖാമിസത്ത, ഇനി അതാണ് പഠിക്കേണ്ടത്. വൽ ഖാമിസത്ത, 5-ാമതായി അവള് പറയണം അന്ന ഗളബല്ലാഹി അലൈഹാ ഇൻ കാന മിനസ് സാദിഖീൻ. ഇനി അയാളാണ് സത്യം പറയുന്നതെങ്കിൽ അള്ളാഹിന്റെ ഗളബ് എന്റെ മേൽ ഉണ്ടാകട്ടെ എന്ന് 5-ാമത്തെ തവണ അവളും പറയണം. അപ്പൊ 4 വട്ടം അയാൾ കളവാണ് പറയുന്നത് എന്ന് പറയുകയും 5-ാമത്തെ തവണ അയാൾ സത്യമാണ് പറയുന്നതെങ്കിൽ എന്റെ മേൽ അള്ളാഹുവിന്റെ ഗളബ്, കോപമുണ്ടാകട്ടെ എന്ന് പറയുകയും ചെയ്യണം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് ആയത്തിന്റെ അർത്ഥം എഴുതിയത്? 8, 9, 10 ആയത്തുകൾ ഒരുമിച്ചാണ് നമ്മൾ ഓതിയത് അല്ലെ? അർത്ഥം ഏതൊക്കെ എഴുതി? 8 എഴുതി, 8, 9 എഴുതി, 9 എഴുതി അല്ലെ? ഓക്കെ. ഇനി ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു ശരീഅത്തിന്റെ നിയമം അള്ളാഹു പറയുമ്പോൾ, സൂറത്തിന്റെ പേര് സൂറത്തുൻ നൂർ എന്നാണ്.
ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അയാളെ സങ്കടപ്പെടുത്തുന്ന, വിഷമിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന, സന്തോഷം ഇല്ലാതെയാക്കുന്ന ഒന്നും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടാകുന്നത് ചില കാരണങ്ങളാണ്. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് ഏതൊരു മനുഷ്യനും സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ ഭൂമിയിൽ അള്ള നിശ്ചയിച്ച ആയുസ് ജീവിച്ച് തീർക്കാനാണ്. സമാധാനത്തോടെ, സന്തോഷത്തോടെ, സംതൃപ്തിയോടെ അള്ളാഹു നിശ്ചയിച്ച ആയുസ് ജീവിച്ച് തീർക്കുക എന്നതാണ് അള്ളാഹു ഉണ്ടാക്കി വെച്ചിട്ടുള്ള വ്യവസ്ഥ. അപ്പൊ ഭൂമിയെ പാകപ്പെടുത്തിയതും, ആകാശത്തെ എടുപ്പായി സൃഷ്ടിച്ചതും, പർവ്വതങ്ങൾ ഉണ്ടാക്കിയതും, രാവും പകലുണ്ടാക്കിയതും, ഉറക്കം എന്ന സംവിധാനം ഉണ്ടാക്കിയതും, കുടുംബം എന്ന വ്യവസ്ഥ ഉണ്ടാക്കിയതും ഒക്കെ ഇതിനു വേണ്ടിയിട്ടാണ്. അള്ളാഹ് ഈ ഭൂമിയിൽ ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ വ്യവസ്ഥിതികളും മനുഷ്യന്റെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഭൂമിയിൽ കൂടുതൽ ആളുകളും ഈ സന്തോഷം നഷ്ടപ്പെട്ടവരും, ദുഃഖിതരും, സങ്കടമുള്ളവരും, വിഷമമുള്ളവരും, സമാധാനമില്ലാത്തവരൊക്കെയായി മാറിയത്? അതിന്റെ കാരണം മനുഷ്യൻ തന്നെയാണ് എന്നാണ് അള്ളാഹു ആവർത്തിച്ച് ഖുർആനിലൂടെ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥിതിയിൽ നമ്മൾ നടത്തിയ കയ്യേറ്റമാണ്. ആ കയ്യേറ്റത്തിന്റെ ദുരന്ത ഫലങ്ങളാണ് ഇന്ന് മനുഷ്യ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളെ കാരണങ്ങൾ. ഒരു കുടുംബം സന്തോഷമായിട്ട് ജീവിക്കുന്നതിനിടക്ക് ഒരു പ്രശ്നമില്ല, വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു ജീവിതം, ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് കുടുംബം ജീവിക്കുകയാണ്. അതിനിടക്ക് ഒരു ചെറിയ പ്രശ്നം അവിടെ കടന്നു വരികയാണ്. ഒരു കുടുംബത്തിന്റെ സന്തോഷം കെടുത്തിക്കളയുന്ന, ഒരു കുടുംബത്തിന്റെ സന്തോഷം ഇല്ലാതെയാക്കി കളയുന്ന, ഒരു കുടുംബത്തിന്റെ മനസ്സമാധാനം നശിപ്പിക്കുന്ന ഒരു ചെറിയ പ്രശ്നം ആ കുടുംബത്തിലേക്ക് കടന്നു വരികയാണ്. നിങ്ങൾ ഏതൊരു കുടുംബത്തിൽ എടുത്ത് നോക്കേണ്ടി ആ ഒരു പ്രശ്നത്തെ, എന്തുകൊണ്ട് ആ പ്രശ്നം അവിടെ കടന്നു വന്നു എന്നത് ഒന്നാമത്തെ കാര്യം. ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. എന്തുകൊണ്ട് ആ പ്രശ്നം അവിടെ കടന്നു വന്നു എന്നത് ഒന്നാമത്തെ കാര്യം. ആ പ്രശ്നം കടന്നു വരാൻ കാരണം ഒരു പക്ഷേ ആ കുടുംബത്തിലെ രക്ഷിതാക്കളോ കാരണവന്മാരോ അവരുമായി ബന്ധപ്പെട്ട ആളുകളോ ശ്രദ്ധിക്കേണ്ടിയിരുന്ന ഒരു കാര്യം ശ്രദ്ധിക്കാതിരുന്നതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ആ വിഷയത്തിൽ നമ്മൾ ഉണ്ടാക്കേണ്ടിയിരുന്ന ചില സമീപന രീതികളുണ്ട്. ആ സമീപന രീതികളെ അല്ലാഹും റസൂലും പഠിപ്പിക്കാത്ത സമീപന രീതിയായി ആ വിഷയത്തോട് നമ്മൾ ചെയ്ത നമ്മുടെ സമീപനം. മൂന്നാമത്തെ കാര്യം, ആ പ്രശ്നത്തെ നമ്മൾ വ്യവസ്ഥാപിതമായി അതിൽ ഇടപെട്ട് തീർക്കേണ്ടതിന് പകരം അതിനെ പർവ്വതീകരിക്കാൻ വേണ്ടി ചില ആൾക്കാർ പരിശ്രമിച്ചു. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു കുടുംബത്തിന്റെ സ്വസ്ഥതയും സമാധാനവും സന്തോഷമൊക്കെ നശിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരു സംശയം ജനിക്കുകയാണ്. തുടക്കവിടെ എന്താണ് ഇസ്ലാം പറഞ്ഞത്? സംശയത്തിന് കാരണമാകുന്ന ഒരു വിഷയവും ഒരു കുടുംബത്തിൽ ഉണ്ടാകരുത്. നമ്മൾ എത്ര കൊല്ലം സന്തോഷമായ ദാമ്പത്യ ജീവിതം മുന്നോട്ട് നയിച്ചാലും നമുക്ക് മക്കളുണ്ടെങ്കിൽ, ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇടപെടേണ്ടി വന്ന ഒരു കേസ്, അത് ഒരു 10-65 വയസ്സിന്റെ മുകളിലുള്ള ദമ്പതിമാർക്കിടയിൽ ഉണ്ടായ പ്രശ്നങ്ങളാണ്. അത് ചെറുതൊന്നുമല്ല, ചെറിയ കുട്ടികളോ അല്ലെങ്കിൽ ഇപ്പൊ അടുത്ത കാലത്ത് കല്യാണം കഴിഞ്ഞവരൊന്നുമല്ല, പേരക്കുട്ടികളുള്ളവരിൽ. എന്താ സംശയം? പേരക്കുട്ടികളുള്ള ഖുർആൻ ക്ലാസ്സിന് തന്നെ വന്നിരുന്ന ഒരു കുടുംബം ഇപ്പൊ പെണ്ണെ വരുന്നുള്ള ആണ് വരുന്നില്ല ഖുർആൻ ക്ലാസ്സിൽ. ഇവിടെ നമ്മുടെ പ്രദേശത്ത് തന്നെയാണ്, വേറെ എവിടെയല്ല, ദൂരത്തേക്കൊന്നും പോണ്ട. എന്താണ് ആ വീട്ടിൽ സമാധാനം നഷ്ടപ്പെടാനുണ്ടായ കാരണം? ഭാര്യക്ക് ഭർത്താവിനെ സംശയം, വേറൊന്നുമല്ല, ഭാര്യക്ക് ഭർത്താവിനെ സംശയം. അപ്പൊ വെറുതെ ഒന്നും ഉണ്ടായിട്ടില്ല, എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല, പക്ഷെ സംശയം വെച്ച് നടക്കുകയാണ് മനസ്സിൽ. അതിന് ചില കാരണങ്ങൾ, അയൽപക്കത്തുള്ള അദ്ദേഹത്തിന്റെ ചില ഇടപെടലുകളും കാര്യങ്ങളൊക്കെ ഈ സംശയത്തിന് കാരണമാകുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ട് എന്താണുള്ളത്, രണ്ടുപേരും ഒരു സ്കൂട്ടറിന്മേൽ ഖുർആൻ ക്ലാസ്സിന് വന്നിരുന്ന, ഒരു സ്കൂട്ടർ രണ്ടുപേരും ഖുർആൻ ക്ലാസ്സിൽ വന്നിരുന്നവർ പിന്നെ ആ സ്കൂട്ടറിന്മേൽ വരാതെയായി. ഒരു സ്കൂട്ടറിന്മേൽ പോലും അവർക്ക് പോരാൻ വരാനുള്ള ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. അവരെ ഓട്ടോറിക്ഷയിൽ വിട്ടിട്ട് അദ്ദേഹം സ്കൂട്ടറിൽ വരണായിരുന്നു. പിന്നെ ഇപ്പൊ കുറച്ചായിട്ട് അദ്ദേഹം വരാറില്ല ക്ലാസ്സിൽ.
വിഷയം ചെറിയ 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 പ്രശ്നങ്ങളാണ്. ഇവിടെയാണ് നമ്മൾ ഒന്നാമത്തെ കാര്യം, ആ സംശയത്തിന് ഇടയുണ്ടാക്കുന്ന ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല. ഇപ്പൊ നമ്മളെ മൊബൈൽ ഉപയോഗമാണെങ്കിലും ഫോൺ വിളിയാണെങ്കിലും നമ്മളെ ഇടപെടലുകളാണെങ്കിലും ഒക്കെയും ഒരാൾക്ക് നമ്മളെ ഇടപെടൽ ഭാര്യക്കോ ഭാര്യന്റെ ഇടപെടൽ ഭർത്താവിനോ സംശയം ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ഒന്നും ഉണ്ടാകാൻ പാടില്ല. അത് സുതാര്യമായിരിക്കണം, വ്യക്തമായിരിക്കണം. മറച്ചു വെച്ച ഒളിച്ചു വെച്ച ഒന്നും ഉണ്ടാവരുത്. ഭാര്യന്റെ മുന്നിൽ ഇരുന്നിട്ട് മൊബൈൽ ഉപയോഗിക്കാൻ പറ്റിയ മൊബൈലെ ബന്ധങ്ങളെ നമുക്ക് ഉണ്ടാകാൻ പാടുള്ളൂ. നമ്മളെ മുന്നിൽ ഇരുന്നിട്ട് ഉപയോഗിക്കാൻ പറ്റിയത് ഭാര്യക്ക് ഉണ്ടാകാൻ പാടുള്ളൂ. രണ്ടാളെ മൊബൈലിനും എന്ത് വേണ്ട, ലോക്ക് ആവശ്യമില്ല. എന്റെ മൊബൈലിന്റെ ലോക്കും ഭാര്യന്റെ മൊബൈലും രണ്ടുപേരും ഒരേ ലോക്കാക്കുക, രണ്ടുപേരും ഒരേ മൊബൈലാക്കുക, ഒരേ നമ്പറാക്കുക. രണ്ടുപേർക്ക് എപ്പോഴും എടുത്ത് നോക്കാൻ പറ്റിയ സ്വാതന്ത്ര്യം ഉണ്ടാവുക. അപ്പം എവിടെയോ ഒരു മറച്ചു വെക്കല് കടന്നു വരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. ഒന്നാമത്തെ അത് ഉണ്ടാവരുത് എന്നുള്ള പറഞ്ഞു. അപ്പൊ ഈ സമാധാനക്കേട് നമ്മൾ തന്നെയാണ് കൊണ്ടുവരുന്നത്. നമ്മുടെ നിലപാടുകളും നമ്മുടെ ഇടയിലുള്ള പ്രശ്നങ്ങളുമാണ് ഈ സമാധാനം നശിപ്പിക്കുന്ന കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. ഇനി അങ്ങനെ ഒരു വിഷയം ഉണ്ടായെന്ന് വിചാരിക്കാം. ഉണ്ടായാൽ എന്താ ചെയ്യേണ്ടത്? അവിടെ തന്നെ അത് പറഞ്ഞു തീർത്ത് അത് മസ്ലഹത്താക്കണം. ആ സുൽഹ് ഖുർആൻ പറഞ്ഞതാണ്. ആ സുൽഹ് ഉണ്ടാകുന്നില്ല എന്നതാണ് അടുത്ത പ്രശ്നം. അതിങ്ങനെ പർവ്വതീകരിച്ച് അതിങ്ങനെ ഊതി ഇങ്ങനെ ഏറി വരികയെന്നല്ലാതെ അതവിടെ സുൽഹ ആക്കുന്ന അതിനുള്ളൊരു പരിശ്രമം രണ്ടുപേർക്കും ഇടയിൽ ഉണ്ടാകുന്നില്ല എന്നതാണ്. ഇത് കൂടുമ്പോഴാണ് അവസാനം എന്ത് വരിക? ആരോപണം വരിക. ഇത് കൂടുമ്പോഴാണ് ആരോപണം വരിക. ഈ ആരോപണം എന്താണ്? അത് എവിടേക്ക് എത്തും? അവസാനം അവിഹിത ബന്ധങ്ങളിലേക്ക് എത്തും. ഒരു അവിഹിത വിഷയത്തിൽ ഈ അവിഹിതമാണ് ഇവിടെ പറയുന്ന വിചാര ആരോപണം എന്ന് പറഞ്ഞ സംഗതി. നാട്ടിൽ നടക്കുന്ന അവിഹിത ബന്ധങ്ങൾ ഇത് ഇസ്ലാമിക ഭരണകൂടത്തിൽ എത്തിയാൽ അത് മുസ്ലിമീങ്ങൾ പഠിക്കേണ്ടതാണ്, ഖുർആൻ പഠിക്കേണ്ടതാണ്. അവിടെ എന്താണ് നിയമം എന്നുള്ളതാണ്. ഒരു ഇസ്ലാമിക ഭരണകൂടത്തിൽ ഈ വിഷയം എത്തിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഞാന് ഒരാളെ പറ്റി അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ പറ്റി പറയുന്നു ഒരു മോശം പെണ്ണാണ് എന്ന് പറഞ്ഞു, വ്യഭിചാരമാണ് ആരോപിച്ചത്. ഇത് ഈ പെണ്ണ് കോടതിയിൽ കേസ് കൊടുത്താൽ ഇയാൾ 4 സാക്ഷിനെ കൊണ്ടുവരണം. ഈ പെണ്ണ് വ്യഭിചരിച്ചു എന്നൊരു 4 സാക്ഷി വേണം. 3 സാക്ഷി ഉണ്ടായാലും കേസ് തള്ളി. 4 സാക്ഷി കിട്ടിയില്ലെങ്കിൽ ഈ പെണ്ണിനെ ഒഴിവാക്കും. ഈ പറഞ്ഞോനെ 80 അടിയാണ് കമാനിനെ ജലത്താണ് മേലത്തെ ആയത്ത് പറഞ്ഞത്. അതിന്റെ ആ പഴുതുകൾ അടക്കണം. അങ്ങനെ പറയാനൊന്നും പറ്റൂല ഒരാളെ പറ്റി. ഇനി സ്വന്തം വീട്ടുകാരാണ് ഈ ആരോപണമെങ്കിലാണ് അള്ളാഹുവിന്റെ മേൽ സാക്ഷ്യപ്പെടുത്തി സത്യം ചെയ്തിട്ട് ഈ പെണ്ണ് പറയണം, അയാള് എന്റെ മേൽ പറയുന്നത് കളവാണ്, ഇനി അയാള് സത്യമാണ് പറയുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ കോപം എന്റെ മേൽ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ ആ പെണ്ണെന്ത് ചെയ്യും? ആ ശിക്ഷയിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് ആ പെണ്ണ് ഒഴിവാക്കപ്പെടും. അപ്പൊ പിന്നെ അടുത്ത ചോദ്യം എന്താണ്? അത് അങ്ങനെ കണ്ട് പറഞ്ഞാലക്കാണ്ട് ഒഴിവാക്കാൻ, അതിപ്പോ കളവ് പറഞ്ഞൂടെ? അവിടെയാണ് ഇസ്ലാമികമായിട്ടുള്ള ഒരു നിയമം, ഖുർആന്റെ ഒരു നിയമം ആർക്കാ ബാധിക്കാറില്ല. ഇതൊക്കെ ആരോടാ പറയണത്? ഇവിടെ അതല്ല ആയത്ത്. 4 സാക്ഷികളെ വല്ലദീന യർമൂന അസ്വാജുഹും വലം യകുൽ ലഹും ശുഹദാ ഇല്ലാ അൻഫുസുഹും. അത് ഈ പറയുന്ന വ്യക്തിയല്ലാതെ ഭർത്താവല്ലാതെ മറ്റ് സാക്ഷികളൊന്നുമില്ല. അതാണ് 8ാമത്തെ ആയത്ത്. 6ാമത്തെ ആയത്ത്. അങ്ങനെ സാക്ഷികൾ ഇല്ലാതെ വന്നാൽ എന്ത് ചെയ്യണം? ഫശഹാദത്തു അഹദിഹിം അർബഉ ഷഹാദാത്തിൻ ബില്ലാഹി ഇന്നഹു ലമിനസ് സാദിഖീൻ. ആദ്യം കൂട്ട് കേറിയിട്ട് രണ്ടാളും പറയണത് 4 തവണ അർബഅ ഷഹാദാത്തിൻ ബില്ലാഹി, അല്ലാഹുവിനെ സാക്ഷിയായിട്ട് പറയണം, ഞങ്ങൾ സത്യമാണ് പറയുന്നത് എന്ന് ആദ്യം പറയണം. ആര് പറയണം? രണ്ടാളും പറയണം, സത്യമാണ് പറയണം, സത്യമേ പറയൂ എന്ന് രണ്ടാളും പറയണം. 4 വട്ടം അല്ലാഹുവിനെ സാക്ഷിയായിട്ട് പറയണം. പിന്നീട് ഈ പെണ്ണിത് നിഷേധിക്കുമ്പോൾ ആരോ ഒരാള് കളവ് പറയും, അല്ലെ? ഒരു ഭാഗത്തെ സത്യമുണ്ട്. അപ്പൊ പിന്നെ അവിടെ എന്താണ്? സാക്ഷികളൊന്നുമില്ല. അപ്പൊ വേണ്ടത് എന്താണ്? ഈ പെണ്ണ് ശിക്ഷയില്ലെന്ന്, കാരണം പെണ്ണിന്റെ പേരാണ് ശിക്ഷ. ഈ കുറ്റം ആരോപിക്കപ്പെട്ടത് ആരുടെ പേരാണ്? പെണ്ണിന്റെ പേരിലാണ്. അപ്പൊ പെണ്ണിന് ശിക്ഷയില്ലെന്ന് ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണം? അവള് 4 വട്ടം സാക്ഷ്യപ്പെടുത്തിയിട്ട് പറയണം, ഈ പറയുന്നത് ഇയാള് കളവാണ് പറയുന്നത് എന്ന്. അതാണ് ആയത്ത്. കളവാണ് പറയുന്നത് എന്ന് പറയണം. 5ാമതായിട്ട് എന്ത് പറയണം? ഞാന്
പറയുന്നത് കളവും അയാൾ സത്യസന്ധനുമാണെങ്കിൽ എന്റെ മേൽ അള്ളാന്റെ കോപം ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. ഭർത്താവ് എന്ത് പറയണം? ഞാൻ സത്യമാണ് പറയുന്നത്, കളവാണെങ്കിൽ എന്റെ മേൽ അള്ളാന്റെ ലാനത്ത് ഉണ്ടാവട്ടെ എന്ന് പറയണം. ആരെ? ഭർത്താവ്. ക്ലിയറായ? ഭർത്താവ് പറയണം 4 വട്ടം സാക്ഷിയായിട്ട് പറഞ്ഞ അർബഅ ഷഹാദത്തിന്റെ ഇല്ല, ഞാനും സത്യമാണ് പറഞ്ഞത്, ഓള് കളവാ പറഞ്ഞത്, ഞാൻ കളവാണ് പറഞ്ഞതെങ്കിൽ എന്റെ മേൽ അള്ളാന്റെ ലാനത്ത് ഉണ്ടാവട്ടെ എന്ന് ഭർത്താവ് പറയണം. ഭാര്യ പറയേണ്ടത് എന്താണ്? അയാള് കളവാണ് പറയുന്നത്, ഇനി അയാള് സത്യമാണ് പറഞ്ഞതെങ്കിൽ എന്റെ മേൽ അള്ളാന്റെ വളബ് ഉണ്ടാകട്ടെ എന്ന് പറയണം. 1 ലാനത്ത്, 2 വളബ്. അല്ല, അതാണ് വ്യത്യാസം. അത് പഠിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഒരു എങ്ങനെ പറയാ? അപ്പൊ ഒരാൾക്ക് പണ്ട് ഈ ഇതൊക്കെ ചെയ്ത് തെറ്റ് തിന്മൊക്കെ ചെയ്തോനെ, ഈ നെറുകീടൊക്കെ ചെയ്തോനെ കോടതി കൂട്ടുകേട്ട് കളവ് പറഞ്ഞൂടെ ഇതൊക്കെ ചെയ്തോൻ? അപ്പൊ അങ്ങനെ ചോദ്യം ഉണ്ടാവും. അവിടെയാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്ന ഏത് നിയമങ്ങളും അത് ആർക്ക് മാത്രം ബാധകമാണ്? ഈമാനും തഖ്വയും ഖുശൂഉം ഒക്കെ ഉള്ളവർക്ക് മാത്രം ബാധകമാണ്. അള്ളാന്റെ വളബ് എന്താന്ന് പഠിച്ചാലേ ഈമാൻ ഉള്ളവൻ അത് പറയില്ല. അള്ളാന്റെ ലാനത്ത് എന്താന്ന് പഠിച്ചാൽ ഈമാൻ ഉള്ളവൻ അത് പറയില്ല. എന്റെ മേൽ അള്ളാന്റെ ലാനത്ത് ഉണ്ടായിക്കോ, എനിക്ക് അള്ളാന്റെ ലാനത്ത് ഉണ്ടാവട്ടെ, ശാപം ഉണ്ടാകട്ടെ എന്ന് ഈമാൻ ഉള്ളവന് പറയാൻ കഴിയില്ല. മനസ്സിലായിട്ട് പറഞ്ഞേ? ഇസ്ലാമികമായ ഏത് കാര്യവും ഈമാനും തഖ്വയും ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീങ്ങൾക്കാണ് ഈ ഖുർആൻ. ദാലിക്കൽ ഈ ഗ്രന്ഥം, ഇത് അവർക്ക് പ്രയോജനം ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ ലാനത്ത് പഠിച്ചപ്പോ ലാനത്ത് ഒരു ചെറിയ വിഷയമല്ല എന്ന് പറഞ്ഞു. ആണ് പറയേണ്ടത് എന്റെ മേൽ അള്ളാന്റെ ലാനത്ത് ഉണ്ടാകട്ടെ എന്നാണ്. എന്നാൽ പെണ്ണ് പറയേണ്ടത് എന്റെ മേൽ അള്ളാന്റെ വളബ് ഉണ്ടാകട്ടെ എന്നാണ്. ഇനി നമ്മൾ പഠിക്കേണ്ടത് അതാണ് നമ്മുടെ ഖുർആൻ തദബ്ബുർ എന്ന് പറഞ്ഞതാണ്. ലാനത്ത് നമ്മൾ ഒരുപാട് 10-35 ആയത്തുകളിലൂടെ പഠിച്ചു. ഇനി ഇവിടെ ഒരു 5-6 ആയത്തുകളിൽ വളബിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ അള്ളാഹുവിന്റെ വളബുണ്ട് എന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഖുർആനിൽ. അത് പഠിച്ചാൽ മതി. അപ്പൊ എന്റെ ഗൗരവം മനസ്സിലാവും. അള്ളാഹു അവരോട് കോപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ചില സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലം നമ്മൾ കാണണം. അടുത്ത പഠനം അതാണ്. അത് കണ്ടാൽ നമുക്ക് അവിടെ പറഞ്ഞ വിഷയം എന്താന്നുള്ളത് മനസ്സിലാകുമ്പോൾ അതിന്റെ ഗൗരവം ഉൾക്കൊള്ളുമ്പോൾ സ്വാഭാവികമായിട്ടും എന്റെ മേൽ അള്ളാന്റെ വളബ് ഉണ്ടാകട്ടെ എന്ന് ഈമാനുള്ള ഒരു പെണ്ണ് പറയില്ല. അത്രയും ഗൗരവമുള്ള വിഷയമാണ്. അപ്പൊ പിന്നെ എന്താണ് കാര്യം തീരുമാനമാകും. ഇവിടെ ഈ ആരോപണം ഉന്നയിച്ചതിൽ ആരുടെ ഭാഗത്താണ് സത്യം എന്നത് ഖുർആന്റെ മുന്നിൽ വരുമ്പോൾ, റബ്ബിന്റെ ആയത്തുകളെ മുന്നിൽ വരുമ്പോൾ അതാണ്ട് വ്യക്തമായിട്ട് വരും. ആരാണ് കളവ് പറഞ്ഞത്, ആരാണ് സത്യം പറഞ്ഞത് മനസ്സിലാവും. അത് ഈമാനിന്റെ തഖ്വയുടെ അടിസ്ഥാനത്തിലായിട്ടുണ്ടാവും. ശരി. അപ്പൊ ഇനി അതിന്റെ ആയത്തൊന്ന് അർത്ഥം പറയട്ടെ എല്ലാവരും. അഞ്ചാമതായി 4 തവണ അവൾ പറയേണ്ടത് അവൻ കളവാണ് പറയുന്നത് എന്നാണ് കോടതിയിൽ. 5-ാമതായിട്ട് പറയണം അന്ന വളബല്ലാഹി അലൈഹ ഇൻ കാന മിന, ഇനി അയാളാണ് സത്യം പറയുന്നതെങ്കിൽ എന്റെ മേൽ അല്ലാഹുവിന്റെ വളബ് ഉണ്ടാവട്ടെ എന്ന് അവൾ പറയണം. അപ്പൊ അത് പറയോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നിങ്ങൾ ആദ്യം സൂറത്ത് നിസാ മറിക്കുക. സൂറത്ത് നിസാ 4-ാം അധ്യായം സൂറത്ത് നിസായിലെ 93-ാമത്തെ ആയത്ത്. ആ 93 വായിച്ചോളെ.
ആയത്ത് കാണണം, എല്ലാരും കാണണം. ആയത്ത് വായിക്കേ. വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദാ ومن يقتل مؤمنا متعمدا فجزاؤه جهنم خالدا فيها وغضب الله عليه ولعنه وأعد له عذابا عظيما. വിഷയം എന്താണെന്ന് പഠിക്കണം, ആദ്യം മനസ്സിലാക്കണം. ഈ പെണ്ണ് കോടതിയിൽ പറയേണ്ടത് ഞാൻ കളവും അയാൾ സത്യവുമാണ് പറയുന്നതെങ്കിൽ എന്റെ മേൽ എന്തുണ്ടാവട്ടെ, അള്ളാന്റെ വള്ളബ് ഉണ്ടാകട്ടെ. അപ്പൊ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്, അങ്ങനെ ഒരാളാണ് പറഞ്ഞാലെ കണ്ട് കഴിച്ചാലായി രക്ഷപ്പെട്ടു പോകൂലേ എന്നുള്ളത്. അവിടെയാണ് ഒരു ഈമാനുള്ള പെണ്ണ് ഇത് പറയുമോ എന്ന വിഷയം. അതിന് അള്ളാന്റെ വള്ളബ് ഉണ്ടാകും എന്ന് പറഞ്ഞ വിഷയത്തിന്റെ ഗൗരവം എത്രമാത്രമാണ് എന്ന് പഠിക്കണം. അതിനാണ് ഈമാൻ ഉണ്ടാകേണ്ടത്. ഒരാൾക്ക് ഈമാൻ കൂടുതലപ്പോഴാണ്, ഒരാൾക്ക് ഈമാനിൽ വർധനവുണ്ട്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താ? ഈമാന് താഴോട്ട് പോകാതെ ഈമാന് കൂടി പോകണം. കാരണം മരണത്തിലേക്ക് കൂടുതൽ നമ്മൾ അടുക്കുകയാണ്. മുഅ്മിനായിട്ട് മരിക്കണം, ഈമാൻ കിട്ടി മരിക്കണം. എവിടെ എങ്ങനെ മരിക്കുകയാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണം, ഈമാൻ കിട്ടി മരിക്കണം, അല്ലെ? അപ്പൊ ഈമാൻ കൂടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ലോകം ഈമാൻ കുറയണം. ലോകത്തിന്റെ അവസ്ഥ നോക്കിയാൽ ഈമാൻ കുറഞ്ഞു വരുന്ന അവസ്ഥയാണ്. കാരണം തിന്മകളാണ് ലോകത്ത് വർദ്ധിക്കുന്നത്, നന്മല്ല. അപ്പൊ നമുക്ക് ഈമാൻ വർദ്ധിക്കണം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരെയും വ്യക്തിപരമായ ആവശ്യമാണ്, അല്ലെ? ഈമാൻ വർദ്ധിക്കൽ എപ്പോഴാണ്? ഈമാൻ വർദ്ധിക്കൽ എങ്ങനെ? ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള മാർഗം എന്താ ഖുർആൻ പറഞ്ഞത്? ഫഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അല്ലാഹുവിന്റെ ആയത്തുകൾ അവർക്ക് മേൽ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ സാദതുഹും ഈമാനാ, അവർക്ക് ഈമാൻ വർദ്ധിക്കും. അപ്പൊ ഈമാൻ വർദ്ധിക്കാൻ എന്താ മാർഗം? ഖുർആൻ പഠിക്കുക, ഖുർആനായിട്ട് ബന്ധപ്പെടുക, ഖുർആൻ അർത്ഥസഹിതം പഠിക്കുക. ഈമാൻ വർദ്ധിക്കും. ഈമാൻ എപ്പോഴാ കുറയാന്നറിയാം? ഖുർആനിൽ നിന്ന് ഒരാൾ അകന്ന് പോകുമ്പോൾ ഈമാൻ കുറഞ്ഞു അവസാനം ഈമാൻ ഇല്ലാതെ മരിച്ചു. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഈമാൻ വർദ്ധിക്കാൻ അതാണ് മാർഗം, ഖുർആനായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പൊ ഖുർആൻ പഠിക്കുന്ന ഒരാൾക്ക് ഈമാൻ വർദ്ധിക്കും. അപ്പൊ ഖുർആൻ പഠിക്കുന്ന ഒരു പെണ്ണ് വെറുതെ ഇന്റെ മേൽ അള്ളാന്റെ കോപം ഉണ്ടായിക്കോട്ടെ എന്നൊരു പറയില്ല. കാരണം എന്താ അറിയോ? അള്ളാന്റെ കോപം ഉണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങൾ വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. ഈ ആയത്തിൽ പറയുന്ന വിഷയം ഒരു മുഅ്മിനായ മനുഷ്യനെ മനഃപൂർവ്വം കൊന്നു ഒരാൾ, ഈമാനുള്ള ഒരു മനുഷ്യനെ കൊന്നു, അബദ്ധത്തിലല്ല, മുതഅമ്മിദൻ, മനഃപൂർവ്വം ഒരു ഈമാനുള്ള ഒരു മനുഷ്യനെ കൊന്നു. ഇങ്ങനെയുണ്ട്, ഗൗരവമുള്ള കാര്യല്ലേ? ഈ പെണ്ണ് ഭർത്താവിനെതിരിൽ പറഞ്ഞ കള്ളസാക്ഷിയാണെങ്കിൽ ആ ഈമാനുള്ള ഭർത്താവിനെ കൊല്ലിണിന് സമാനം. അങ്ങനെ ചെയ്താൽ എന്താണ് എന്റെ ഗൗരവം? അവനുള്ള പ്രതിഫലം ജഹന്നമാണ്, നരകമാണ്. ഖാലിദീന ഫീഹ, ഒരിക്കലും നരകത്തിൽ കയറും. കൊലപാതകയ്ക്കുള്ള ശിക്ഷ നരകാണ്. ആ നരകം ശാശ്വതാണ്. നരകത്തിന് രക്ഷ കിട്ടാത്ത ശിക്ഷയാണ് കൊലപാതകം. ബാക്കി വായിക്കി അവന്റെ മേൽ അല്ലാഹുവിന്റെ കോപമുണ്ടായിരിക്കുന്നു, വളബുണ്ടായിട്ടുണ്ട്. അല്ലാഹു കോപിച്ച വിഷയങ്ങളിൽ ഒന്നാണ് ഒരു മുഅ്മിനിനെ മനഃപൂർവ്വം കൊല്ലുക എന്നുള്ളത്. വലഅനഹു, അവന്റെ മേൽ അല്ലാഹുവിന്റെ ശാപവുമുണ്ട്. വഅഅദ്ദ ലഹു അദാബൻ അദീമ, വമ്പിച്ച ശിക്ഷയാണ് അല്ലാഹു അവന് ഒരുക്കി വെച്ചിട്ടുള്ളത്. അഅദ്ദ ലഹു, അവന് ഒരുക്കി വെച്ചിരിക്കുന്നു അദാബൻ അദീമ, ഗൗരവമുള്ള കനത്ത ശിക്ഷയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്.
അപ്പൊ അത്രയും ഗൗരവമുള്ള ഒരു കാര്യമാണ് കൊലപാതകം. അപ്പൊ ഈ വ്യക്തി കോടതിയിലെ കള്ളസാക്ഷിയാണ് പറഞ്ഞതെങ്കിൽ, അള്ളാന്റെ കോപം എന്റെ മേൽ ഉണ്ടായിക്കോട്ടെ എന്നാണ് പറഞ്ഞതെങ്കിൽ, അവൻ അല്ലെങ്കിൽ ആ പെണ്ണ് സ്വയം വാങ്ങുന്ന ശിക്ഷ ഏതിന് സമാനാണ്? ഒരു മുഅ്മിനായ മനുഷ്യനെ കൊന്നതിന് സമമാണ്. ഇത് അറിയണ ഒരു ഈമാനുള്ള ഒരു പെണ്ണ് ഇവിടെ കിട്ടുന്ന, അവള് ആരോപണം ശരിയാണ് വിചാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് ആ കിട്ടുന്ന ശിക്ഷയേക്കാൾ ഗൗരവമുള്ള ശിക്ഷയല്ലേ അത്? അല്ലേ? ഗൗരവമുള്ള ശിക്ഷയല്ലേ അത്? അല്ലാതെ ഒരു ഒഴിഞ്ഞു പോകാനുള്ള ഒരു നിസ്സാര കാര്യമൊന്നുമല്ല അള്ളാഹ് പറഞ്ഞത്. ഒരു ശിക്ഷയിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള ഗൗരവമില്ലാത്ത ഒരു ചെറിയ കാര്യം വിചാരിക്കണ്ട. അതല്ല ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഒരു സഹാബി ഈ വ്യഭിചാരിക്കുള്ള ശിക്ഷ ഏറ്റുവാങ്ങിയില്ലേ? നിങ്ങൾ കേട്ടിട്ടില്ല ചരിത്രം? അല്ലേ? വ്യഭിചാരം ചെയ്തത് പിടിക്കപ്പെട്ടതുകൊണ്ടാണ്. റസൂലുള്ളാഹ് ഇസ്ലാമിക ഭരണകൂടത്തിലെ ജഡ്ജിയാണ്, ഭരണാധികാരിയാണ്. ആരും അറിഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ വന്നിട്ട് പറയാണ്, ഞാൻ വിഭജിച്ചു പോയി റസൂലേ, അതുകൊണ്ട് എന്നെ ശിക്ഷ എടുക്കണം. അതിന്റെ കാരണം എന്താ അറിയോ? ആ ശിക്ഷ ഇവിടുന്ന് വാങ്ങിയാൽ അയാൾക്ക് കിട്ടുന്നത് തൗബയാണ്. പരലോകത്തെ ആ ശിക്ഷ ഉണ്ടാവില്ല. അപ്പൊ പരലോകത്തെ ശിക്ഷയാണ് ഒരു മുമ്പിന് ഭയപ്പെടുന്നത് ദുനിയാവിലെ ശിക്ഷനേക്കാൾ. അതാണ് ആ അദ്ദേഹം വന്നിട്ട് പറഞ്ഞത്, എന്നെ എറിഞ്ഞു കൊല്ലുക എന്നുള്ള ശിക്ഷ എടുക്കണം എന്ന് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. എന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പിന്നീട് ഈ പെണ്ണ് വരികയാണ്. ആലോചിച്ച് നോക്കണം. ഈ ഒരിക്കലും റസൂൽ എന്തെങ്കിലും തെറ്റൊരാൾ ചെയ്താൽ റസൂലിന്റെ അടുക്കൽ വന്ന് പറഞ്ഞാൽ ഈ എന്ത് തെറ്റാ ചെയ്തെന്ന് റസൂൽ ചോദിക്കാറില്ല. എന്ത് തെറ്റാ ചെയ്ത് ചോദിക്കാറില്ല. അത് ഒരുപാട് ഹദീസുകളിൽ ആ സംഭവമുണ്ട്, പല സംഭവങ്ങളുണ്ട്. നബിയുടെ അടുക്കൽ വന്നിട്ട് തെറ്റ് ചെയ്ത കാര്യം പറയുമ്പോൾ. പക്ഷേ റസൂലിനോട് ഇവിടെ വന്നിട്ട് പിന്നെ ആ പെണ്ണാരാണ്, ഓളെ കൊണ്ടാന്ന് റസൂൽ പറഞ്ഞിട്ടില്ല. അത് ആ പെണ്ണാരാന്ന് ചോദിച്ചിട്ടില്ല. ആ പെണ്ണിനെ മോശക്കാരി ആക്കിയിട്ടില്ല. വിചാരിക്കുമ്പോൾ ഒരു പെണ്ണുണ്ടാവുമല്ലോ. ആ ശിക്ഷ കഴിഞ്ഞ് അദ്ദേഹത്തെ ശിക്ഷിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പെണ്ണ് വരേണ്ടത്. അത് ആരെങ്കിലും പറഞ്ഞറിഞ്ഞിട്ട് വന്നതൊന്നുമല്ല, പിടിക്കപ്പെട്ടിട്ട് വന്നതുമല്ല. കാരണം ആ പെണ്ണിന്റെ ഉള്ളില് പടച്ചോനെ നാളെ പരലോകത്ത് ശിക്ഷിക്കപ്പെടുമല്ലോ എന്നാണ്. റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് നിനക്കത് തോന്നിയതാകും പെണ്ണെ എന്നൊക്കെ റസൂൽ പറഞ്ഞു. അതിനെ പരമാവധി ഒഴിവാക്കാൻ വേണ്ടി റസൂൽ ശ്രമിക്കുന്നുണ്ട്. അവസാനം ആ പെണ്ണ് പറഞ്ഞു, റസൂലെ ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞു. അപ്പൊ റസൂല പറയണ്ടേ, ഗർഭിണിയാണെങ്കിൽ തീരും പറ്റില്ല, കാരണം നിന്റെ വയറ്റിൽ ഒരു ജീവനുണ്ടല്ലോ, ഒരു ജീവനുണ്ട്. പെണ്ണ് തിരിച്ചുപോയി. സമാധാനമില്ല. ആ പെണ്ണിനെ പ്രസവിച്ചിട്ട് ആ കുഞ്ഞിനേറ്റ് വരികയാണ്. ആലോചിക്കണം, പ്രസവിച്ചിട്ട് പ്രസവ വേദന ആ പെണ്ണ് അറിഞ്ഞിട്ടില്ല. കാരണം ഈ തെറ്റാണ്, നാളെ പരലോകത്ത് പിടിക്കപ്പെടുമല്ലോ എന്നുള്ള ബേജാറാ. ആ കുഞ്ഞിനേറ്റ് വരിക റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക്. ഇന്നെ വിടരുത്, ഈ കുട്ടിനെ വാങ്ങിയിട്ട് കൊല്ലണം. അപ്പൊ റസൂൽ ചോദിച്ചു, കുട്ടിക്കാരൻ മുല കൊടുക്കാന്ന് ചോദിച്ചു. എന്നെ കൊന്നാല് വീണ്ടും പറഞ്ഞയച്ചു. എന്നിട്ട് പിന്നെ പോയിട്ട് ആ പെണ്ണ് കുറച്ച് കഴിഞ്ഞിട്ട് വരികയാണ്. ഒരു റൊട്ടി കഷ്ണം കയ്യിൽ കൊടുത്തിട്ട് വരിക, എന്നിട്ട് പറഞ്ഞു, അതാണ് റസൂലേ, ഇന്നെ പറഞ്ഞയക്കരുത്. കാരണം ഞാൻ ഈ തെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ മരിച്ചു പോയാല്, ഈ തിന്മ ചെയ്ത് ഞാൻ മരിച്ചു പോയാല് റബ്ബിന്റെ കോടതിയിൽ ഞാൻ എന്താ പറയാ, എന്നെ വിടരുതെന്ന് പറഞ്ഞു. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണിനെ ഹദ്ദെടുക്കുകയാണ്. ഇസ്ലാമിക നിയമപ്രകാരം പെണ്ണിനെ ശിക്ഷിക്കുകയാണ്. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഈമാൻ ഉറക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അവര് പറഞ്ഞു, നാശം എന്നൊക്കെ പറഞ്ഞ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞ വാക്കുണ്ട്. എന്താണ് ആ വാക്ക് അറിയാം? നിങ്ങളാ പറഞ്ഞ വാക്ക് ഇനി പറയും. കാരണം ആ പെണ്ണ് ചെയ്തത് ഒരു വല്ലാത്ത തൗബയാണ്. മദീനയിലെ 70 പുരുഷന്മാർ ഒരുമിച്ച് തൗബ ചെയ്താൽ പോലും ആ പെണ്ണിന്റെ ഒരു തൗബക്ക് തുല്യാവൂല. അങ്ങനത്തെ തൗബയാണ് ആ പെണ്ണ് ചെയ്തതെന്ന് റസൂലുള്ളാഹി പറഞ്ഞത്. അപ്പൊ വിഷയം ആരെയാണ് ബാധിക്കുക? ഈമാനുള്ളവർ. ഇത് ഇനി ആ പെണ്ണിന്റെ പേര് ഭർത്താവ് ആരോപിച്ച ആരോപണം സത്യമാണെങ്കിൽ ഈമാനുള്ള ഒരു പെണ്ണ് ഒരിക്കലും എന്ത് ചെയ്യൂല, അള്ളാന്റെ കോടതിയില് ഭർത്താവിനെ കള്ളനാക്കിയിട്ട് ഞാൻ സത്യസന്ധ എന്ന് പറഞ്ഞിട്ട് എന്റെ മേൽ അള്ളാന്റെ കോപം ഉണ്ടായിക്കോട്ടെ എന്ന് ഈമാനുള്ള പെണ്ണ് പറയില്ല.
മനസ്സിലായില്ലേ? ഇനി അങ്ങനെ പറഞ്ഞിരിക്കൊണ്ട് രക്ഷപ്പെട്ടു പോയാൽ അവൾക്കുള്ള ശിക്ഷ എവിടെയാണ്? പരലോകത്തായിരിക്കും. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. ഇനിയും ഒരു 4-5 കാര്യങ്ങൾ അള്ളാന്റെ വളബിനെ പറ്റി പറയുമ്പോൾ, ഒന്നൊരു മുഅ്മിനിനെ, ഈമാനുള്ള മനുഷ്യനെ മനഃപൂർവ്വം കൊന്നാനുള്ള സംഗതിയാണ് അള്ളാന്റെ വളബ്. അത്രയും ഗൗരവമുള്ള സംഗതിയാണ്. അതുപോലെ ഗൗരവമുള്ള ഒരു 4-5 കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതും കൂടി പഠിച്ചാൽ ഒരിക്കലും ഇസ്ലാമിക കോടതി പെണ്ണ് ഇങ്ങനെ വന്ന് പറയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഖുർആനിന്റെ അമാനുഷികതയാണ് ഇതൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. റഹ്മാനായ റബ്ബ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന മാർഗദർശനം പരിശുദ്ധ ഖുർആൻ. അത് നമ്മൾ നന്നായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക, അതിനുവേണ്ടി സമയം കണ്ടെത്തുക. അതിനുവേണ്ടി സമയം കണ്ടെത്താതെ ദുനിയാവിന്റെ പിന്നാലെ ഓടി നമ്മൾ അങ്ങനെ ജീവിച്ച് തീർത്താൽ നമ്മളെ പരലോകം നഷ്ടപ്പെടും. നമ്മളെ ഖബറിൽ സ്വസ്ഥതയും സമാധാനം ഉണ്ടാവില്ല. നമ്മുടെ ഖബറിലേക്കുള്ള വെളിച്ചം, പ്രകാശം അത് ഖുർആനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ഇനി പിന്നെ 8:30 മണിക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ താനൂർ സെന്ററിൽ സൂറത്ത് അൽ ബഖറയുടെ ക്ലാസ് നടക്കുന്നുണ്ട്. അതിനുശേഷം എടക്കടപ്പുറത്ത് 8:30 മണിക്ക് ക്ലാസ് നടക്കുന്നുണ്ട്. പരമാവധി പറ്റുന്ന ആളുകളൊക്കെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുക. നമുക്കൊക്കെ ഇനി എത്ര ആയുസ് ഭൂമിയിൽ ബാക്കിയുണ്ട് നമുക്കാർക്കും അറിയില്ല. പരമാവധി പോകാനുള്ള ലോകത്തേക്കുള്ളത് സമ്പാദിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എങ്ങനെ നമസ്കാരത്തിലാണെങ്കിൽ ചോദിക്കാം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന എന്ന് പറയണം. നിസ്കാരത്തിലാണെങ്കിലും സ്വർഗത്തെ ചോദിക്കുന്ന ആയത്ത് വരുമ്പോൾ ഇമാമികളൊക്കെ, ഹറമിലെ ഇമാമികളൊക്കെ ചോദിക്കണേ കേൾക്കാം. അവര് അത് പിന്നെ നമസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന എന്ന സമയത്ത് അവിടെ പറയാം. നരകമാണെങ്കിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൻ നാർ എന്ന് പറയാം. അത് പറയണം. ഖുർആനിനോടുള്ള നമ്മുടെ മര്യാദകൾ, അദബുകളിൽ പെട്ട ഒരു കാര്യമാണ്. അത് നിസ്കാരത്തിലാണെങ്കിലും പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അത് പ്രകാരം അമൽ ചെയ്യാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിവില്ലായ്മയോടെ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. മാരകമായ വേദനയേറിയ രോഗങ്ങളിൽ നിന്ന്, അസുഖങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. وآخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.